കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ നിർണായക മൊഴിയുമായി ദൃക്സാക്ഷികൾ. വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് കണ്ടതായി സാക്ഷികൾ. പ്രതി സന്ദീപ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞു. കേസിലെ സാക്ഷികളും കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിലെ ജീവനക്കാരുമായ മിനിമോൾ, പ്രദീപ്, രമ്യ എന്നിവരാണ് മൊഴി നൽകിയത്. വിരളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, നിർണായകമായ മൊഴി തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അല്ലേ? അത് തന്നെയാണ് ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സാക്ഷി വിസ്താരം പുനരാരംഭിച്ചിരുന്നു. ഇതിൽ തന്നെ ഓരോ സാക്ഷികളായി വിസ്തരിച്ചു വരുമ്പോഴാണ് ഈ സംഭവ സമയം പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുന്നത് കണ്ടതായി ഈ സാക്ഷികൾ കോടതി മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളത്. ആശുപത്രിയിൽ തന്നെ ജീവനക്കാരായിട്ടുള്ള മിനിമോൾ, പ്രദീപ, രമ്യ എന്നിവരാണ് കോടതി മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളത്. ഈ സംഭവ സമയം ഹോസ്പിറ്റലിലെ OP കൗണ്ടറിൽ ജോലി നോക്കിയിരുന്ന പ്രദീപ ഈ OP കൗണ്ടറിന്റെ മുൻവശം വെച്ച് പ്രതി സന്ദീപ് മറ്റുള്ളവരെ ആക്രമിച്ച ദൃശ്യങ്ങൾ തനിക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ശേഖരിച്ച ഈ ഹോസ്പിറ്റലിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചു. തുടർന്ന് ഈ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങൾ കോടതിയിൽ സാക്ഷി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ പ്രതിയെ പൂയപ്പള്ളി പോലീസ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ OP ടിക്കറ്റ് കൗണ്ടറിൽ പ്രതിയുടെ വിവരങ്ങൾ താനാണ് രേഖപ്പെടുത്തിയതെന്നും സാക്ഷി കോടതിയിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഈ ഹോംഗാർഡ് അലക്സ് കുട്ടിയെ, അതായത് ഈ പ്രതിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഹോംഗാർഡ് അലക്സ് കുട്ടിയെ അടക്കം വിസ്തരിച്ചിരുന്നു. അത്തരത്തിൽ ഓരോ സാക്ഷികളായി വിസ്തരിച്ചു വരുമ്പോഴാണ് ഈ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടെ ലഭിക്കുന്നത്. ഇനി പ്രതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബിജീഷ്, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാരിയായിട്ടുള്ള ജയന്തി, അതോടൊപ്പം വന്ദനയുടെ സഹപാഠിയായിട്ടുള്ള ഡോക്ടർ മുബീന എന്നിവരെയാണ് അടുത്ത ദിവസം വിസ്തരിക്കുക. ഓരോ ദിവസവും ഈ സാക്ഷി വിസ്താരം തുടർന്ന് വരികയാണ്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സാക്ഷി വിസ്താരങ്ങൾ പുനരാരംഭിച്ചിട്ടുള്ളത്. KP. ശരി, മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.